സാറേ, PC ജോർജിന്റെ ലവ് ജിഹാദ് പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ചർച്ചയും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്ന ചർച്ചയാണ്. പക്ഷെ പലരും ചോദിക്കുന്നത് അതിന് തെളിവ് തരൂ എന്നാണ്. പക്ഷെ തെളിവ് ആരും നൽകാൻ തയ്യാറാകുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഇനി പ്രണയിക്കാൻ പാടില്ലേ? ഇപ്പോൾ ശ്രീജിത്ത്, ഒരു ഉദാഹരണം ഞാൻ പറയാം. കിടപ്പറയിൽ വെച്ച് ഭർത്താവ് ബലാത്സംഗം ചെയ്തു. ഭർത്താവ് ബലാത്സംഗം ചെയ്ത് കുറ്റമല്ലെന്ന കാലത്ത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭർത്താവ് ബലാത്സംഗം ചെയ്ത് അത് ബലാത്സംഗമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ബലാത്സംഗം കുറ്റം. പക്ഷേ ഭർത്താവ് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ തെളിവ് ചോദിക്കുമോ? അതവരുടെ പ്രൈവസിയിൽ നടക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത്രയും ഇല്ലെങ്കിലും ഈ ലവ് എന്നൊക്കെ പറയുന്ന ഓരോരുത്തരുടെയും പ്രൈവസിയാണ്, സ്വകാര്യതയാണ്. അതിൻ്റെ തെളിവ് തരൂ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കൊണ്ടു കൊടുക്കാനാണ് ഈ തെളിവൊക്കെ? തെളിവ് അതല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ, ദേശദ്രോഹ കുറ്റമായിട്ട് തന്നെ. അതായത് ISI ചാരന്മാരായിട്ട് സിറിയയിൽ പോയി യുദ്ധം ചെയ്യാൻ പോയവർ മതം മാറ്റപ്പെട്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ വഴി കേരളത്തിൽ തന്നെ IS-ൽ ചേർന്നവരാണ്. ഒരാൾ കൊല്ലപ്പെട്ടു, ഒരാൾ ജയിലിലായി. ഇതൊക്കെ നമ്മൾ തെളിവ് സഹിതം കണ്ടതല്ലേ? അല്ലെങ്കിൽ തെളിവ് സഹിതം കണ്ടെന്ന് പറയുമ്പോഴും കോടതി പറയുന്നില്ല, കേന്ദ്ര സർക്കാർ പറയുന്നില്ല, കേന്ദ്രമന്ത്രി പറയുന്നില്ല. ആരും പറയാതെ പിന്നെ ഇങ്ങനെയാണ് ലവ് ജിഹാദ് ആവുക? അനുഭവം കൊണ്ട്. അതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ശ്രീജിത്തിന് മകളില്ല, ഒരു പെൺമക്കുട്ടി ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കുമ്പോൾ പിടിച്ചോളും. അന്നേരമാണ് നിങ്ങൾക്ക് അത് എണ്ണം തോന്നുന്നത്. കോടതിക്കൊന്നും അല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിലേ കോടതിക്ക് വിധി പറയാൻ പറ്റൂ. രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലെ കേരളത്തിന്റെ ഇന്ത്യയിൽ ഭരണഘടന പ്രകാരം ഒരു കോടതിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലല്ലോ ഇത്രയും നാളായിട്ട്. പരിമിതികളുണ്ട്. എല്ലാ കുറ്റവാളികളെയും കോടതി ശിക്ഷിച്ചു എന്നാണോ ശ്രീജിത്ത് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇല്ല. ഒരുപാട് ശിക്ഷ നേടേണ്ടവർ ജയിലിന് പുറത്തും ശിക്ഷ കിട്ടേണ്ടാത്തവർ ജയിലിനകത്തുമുണ്ട്. ഇപ്പോഴും ഉണ്ട് ഇതാ സ്ഥിതി. എല്ലാ സത്യങ്ങളും ഒന്നും പുറത്തു വരില്ല. എല്ലാ സത്യങ്ങളും പുറത്തു വരണമെന്ന് നിർബന്ധം പിടിക്കരുത്. നമ്മൾ എല്ലാം പുറത്തു പറയുന്നത് മാത്രമാണ് സത്യമെന്നും വിചാരിക്കരുത്. ഒരുപാട് ഉള്ളിലുള്ള വേദനകളുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ല. അത്തരം ഒരു വേദന പറയുന്ന 400 പേരെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുടുംബങ്ങളെല്ലാം എന്തുകൊണ്ട് പരാതി നൽകാൻ പുറത്തു വരുന്നില്ല? 400 ഞാൻ പറയുന്ന 1000-ലധികം ഉണ്ട് കേസുകൾ. ഇതിന് പരിമിതികളുണ്ട്. കേസുകൾ ഇങ്ങനെ സംഭവിച്ചതിന് പരിമിതികളുണ്ട്. ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ മതം മാറ്റിക്കൊണ്ടുപോയിട്ട് ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുറത്തു പറയാൻ നാണക്കേടാണ്. ഒരച്ഛനും തൻ്റെ മകളോട് സ്നേഹമുള്ള ഒരച്ഛനും എൻ്റെ മകൾ ഇങ്ങനെ പോയി എന്ന് പറയാൻ ധൈര്യപ്പെടത്തില്ല സാധാരണഗതിയിൽ. നോർമലായിട്ടുള്ളൊരച്ഛൻ, ഞാനായാലും ശ്രീജിത്തായാലും അച്ഛന്മാരാണെങ്കിൽ. കാരണം നമുക്ക് ഒന്നാമത് ആ കുട്ടിയെ അത് വേദനിപ്പിക്കും, അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നത്. മകളോടുള്ള സ്നേഹം മതം മാറുന്നതുകൊണ്ട് ഇല്ലാതാവുന്ന ഒന്നല്ല. രണ്ടാമത്തെ കാര്യം, പൊതു മണ്ഡലത്തിൽ ഈ കുടുംബം അവഹേളിക്കപ്പെടും. ആ കുടുംബത്തിൽ വേറെയും പെൺകുട്ടികളുണ്ടാവും. അവർക്ക് കല്യാണാലോചന പോലും വരില്ല. മനസ്സിലായോ? ആ കുടുംബങ്ങൾ തകരുകയാണ്. നമ്മുടെ പ്രണയങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് പുറത്ത് പറയാൻ മടിയുള്ളവരുമുണ്ട്, അതിന് അംഗീകരിക്കാത്തതെല്ലാം മുൻകാലങ്ങളിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പോഴും മിശ്ര വിവാഹങ്ങളുണ്ടായി. ഹിന്ദുക്കളിലെ അവാന്തര ജാതികൾ തമ്മിലുള്ള വിവാഹം ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എതിർപ്പ് പറയുന്നുണ്ടോ? ഒരു പ്രശ്നവുമില്ല ഇവിടെ. എന്താണ് പിന്നെ ഈ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു പിടിപാടും ആർക്കുമില്ല. എവിടെ പോയി എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ദുരൂഹമാണ്. ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത് എന്ന് സംശയിത്തക്ക സാഹചര്യത്തിലുള്ള തെളിവുകളോടുകൂടിയ കേസുകളുണ്ട്. തർക്കമില്ലല്ലോ. അതിൽ തർക്കമുണ്ടോ? അല്ല, ഹാദിയ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ എൻഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് അവർ അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയിട്ട് ലവ് ജിഹാദ് ഇല്ലെന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു? ആ അന്വേഷണം തന്നെ പിന്നീട് നിർത്തിവെക്കേണ്ട അവസ്ഥ വരും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ MV ഗോവിന്ദൻ പറഞ്ഞ പോലെ അമൂർത്തമായിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് അന്വേഷണം നടത്തി തെളിവ് നടക്കുക. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സത്യമല്ല എന്നുള്ളതാണ്. അത് സത്യമല്ല. അങ്ങനെയാണെങ്കിൽ TP സെൻകുമാർ അദ്ദേഹത്തിന് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സത്യസന്ധനായ പോലീസ് ഓഫീസറായിരുന്നല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ലവ് ജിഹാദ് നടത്തുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പോലീസ് ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ല. പോലീസ് തന്നെ ആണല്ലോ ഇതിന് പേരിട്ടത്. അല്ല, അദ്ദേഹം പുറത്തു വന്നപ്പോഴാണ് പറയുന്നത്. അല്ല, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ബെഹ്റ ഉൾപ്പെടെയുള്ളവർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സർവീസിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് പറയുന്നില്ല, ഇതിനെതിരെ പ്രവർത്തിക്കുന്നില്ല? പറയാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണ്? ഇതിന് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ, സാറേ രക്ഷിക്കണേ, എൻ്റെ മകൾക്ക് ഇങ്ങനെ പറ്റി, ഇതിന് പബ്ലിസിറ്റി കൊടുക്കല്ലേ, പത്രക്കാരെല്ലാം കൂടെ ക്യാമറയായിട്ട് ഇങ്ങോട്ട് വരും, എൻ്റെ കുടുംബം നശിച്ചു പോകും. പറയല്ലേ.
ഇത് പോലീസിൻ്റെ അറിവിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതൊരു കേസായിട്ട് എടുക്കാൻ പറ്റുന്ന മൂർത്തമായിട്ടുള്ള ഒരു സാഹചര്യമല്ല. ഇത് അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖമാണ്. ആ ദുഃഖം ഉള്ളിലൊതുക്കി വെക്കാനാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള മാതാപിതാക്കൾ, സമാധാനപ്രേമികളായിട്ടുള്ള മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തല കഴുത്തിന് മുകളിൽ ഇരിക്കുമോ എന്നുള്ള പേടിയുണ്ട്. കാരണം അത്ര പേടിയാണ് അവർക്കുള്ളിൽ. ഈ രണ്ടാമത്തെ കാര്യം. പിന്നെ പലപ്പോഴും ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഈ മയക്കുമരുന്ന് പൊടി രൂപത്തിൽ ജ്യൂസിലൊക്കെ കലക്കാൻ പറ്റും, അറിയാം. അങ്ങനെയുള്ള ജ്യൂസ് ഇപ്പോൾ കമിതാക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ അങ്ങനെ ജ്യൂസ് കുടിക്കുമല്ലോ. ആ ജ്യൂസിൽ രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു പൊടിയിട്ടുകൊണ്ട് മയക്കിയെടുത്താണ് കൊണ്ടുപോകുന്നതെന്ന് വ്യാപകമായ സംശയമുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള പേടി. നമ്മൾ കാണുന്നുണ്ടല്ലോ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം. ഇത്രയൊക്കെ വൻതോതിൽ ഇവിടെ റെയ്ഡ് നടന്നിട്ടും മയക്കുമരുന്ന് മാഫിയ ഒരു പേടിയുമില്ലാതെ വീട് കടന്ന് ആക്രമിക്കുന്നു, പോലീസിനെ ആക്രമിക്കുന്നു, പട്ടികളെ അഴിച്ചുവിട്ട് ആക്രമിക്കുന്നു. ഒരു കൂസലുണ്ടോ, ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മയക്കുമരുന്ന് മാഫിയയ്ക്ക് മേൽ ഈ റെയ്ഡുകൾക്കെല്ലാം? കേന്ദ്രത്തിൻ്റെ പോലീസും കേരളത്തിൻ്റെ പോലീസും എല്ലാം കൂടെ വിചാരിച്ചിട്ടും അത്ര ശക്തമാണ് മയക്കുമരുന്നിൻ്റെ ലോബി. നമ്മൾ അവരെപ്പറ്റി വാർത്ത കൊടുക്കണ്ട, ആ ഇൻഫർമേഷൻ കൊടുത്താൽ വീട് കയറി അവർ കൃത്യമായിട്ട് ആക്രമിച്ചിരിക്കും എന്ന് പറയുന്ന പോലൊരു സിറ്റുവേഷനാണ്. ജീവനിൽ ഭയമില്ലാത്തവരുണ്ടോ? ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ ഈ നിയമപാലകരെ കൊണ്ടുപോലും കഴിയും. അവരുടെ ജീവൻ പോലും അപകടത്തിലാണ്. അത്ര ആഴത്തിലും ശക്തിയിലുമുള്ള വേരുകൾ അതിനുള്ളത്. ഇത് രണ്ടും കൂടെ ഉള്ള ഒരു നെക്സസ് ആയി കഴിയുമ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അറ്റോമിക് റിയാക്ടർ പോലെയാണ്, ഒരു അറ്റോമിക് ബോംബ് പോലെയാണ് അതിൻ്റെ ശക്തി. പേടിക്കാത്തവരില്ല, ഉള്ളിൽ പേടിയില്ലാത്തവരില്ല. പേടി തൻ്റെ ജീവനെക്കുറിച്ചില്ലെങ്കിലും തൻ്റെ മകളുടെ ജീവനെക്കുറിച്ചില്ലാത്ത പിതാക്കന്മാരുണ്ടാവും. ഇവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ അവർക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നത്. ചിലതൊക്കെ ഇങ്ങനെ പുറത്തു വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഇത് പുറത്തു വരാത്തിടത്തോളം മുസ്ലിം സംഘടനകൾ പറയുന്നത് തങ്ങളുടെ പെൺകുട്ടികളെയും ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് പതിവാണ്. ഹിന്ദു വിവാഹം ഉണ്ടല്ലോ, അങ്ങനെ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഓരോ മതത്തിനും ഓരോ സ്വഭാവമാണല്ലോ. നമ്മൾ ഏത് മതത്തെയും കുറ്റപ്പെടുത്തുകയില്ല. ചില പ്രത്യേക മതവിഭാഗങ്ങളിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മക്കൾ ഏതെങ്കിലും മതത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ വിവാഹം കഴിച്ചിരിക്കുന്ന ആളെ കൂടെ തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ അവനെതിരെ ജിഹാദ് പ്രഖ്യാപിക്കും. മനസ്സിലായോ? ആ ജിഹാദ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള സംഘടിത മതത്തിൻ്റെ ജിഹാദ് എന്ന് പറയുന്നത് സെമറ്റിക് മതത്തിൻ്റെ പ്രത്യേകിച്ചും മതത്തിൽ നിന്നുള്ള ഭ്രഷ്ട് മാത്രമല്ല, മതം വിധിക്കുന്ന മതത്തിൻ്റെ കോടതികളുണ്ട്, അവർ വിധിക്കുന്ന ശിക്ഷകളുമാണ്. അത് ചിലപ്പോൾ കഴുത്തിൽ നിന്ന് തല വേർപെടുത്തുക എന്നുള്ളിടം വരെയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ദളിതനെ പ്രേമിച്ചതിന് മലപ്പുറത്ത് തന്നെ അല്ലേ കേസുണ്ടല്ലോ. ദളിതനെ പ്രേമിച്ച ഇതിൻ്റെ പേരിൽ പെൺകുട്ടിയെ അല്ല, ആ ദളിതനെ കൊന്ന സംഭവം മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. അത്ര ശക്തമാണ് മതവിശ്വാസത്തിൻ്റെ വേരുകൾ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അത് ഏതെങ്കിലും ഹിന്ദുമതത്തിന് മാത്രമല്ല ഉള്ളത്, എല്ലാ മതത്തിനും ഉണ്ട് ആഴത്തിൽ ശക്തമായ വേരുകൾ. ഇത് പരഹിംസയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിന്ദുമതത്തിന് അതിനെ ഇങ്ങനെ ആളെ ചേർക്കുക എന്നുള്ള ഒരു വിശ്വാസമല്ല. അങ്ങനെയാണെങ്കിൽ എന്നേ കാശ്മീരിലെ ഇസ്ലാമിലേക്ക് പോയ ആൾക്കാരെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവിടുത്തെ ഹിന്ദുമത പണ്ഡിതനോട് ഇത് പറഞ്ഞപ്പോൾ എന്തിനാ അവർ പോയെങ്കിൽ പോട്ടെ. കാരണം ശ്രീനാരായണ ഗുരു വിശ്വസിച്ചതുപോലെ, മഹാത്മാഗാന്ധി വിശ്വസിച്ചതുപോലെ, സനാതനധർമ്മം പറയുന്നത് പോലെ ഏത് മതവിശ്വാസത്തിൽ കൂടിയും നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം. അപ്പോഴും ഈ സംഭവം വരുമ്പോൾ അങ്ങനെ വിശ്വസിച്ചുകൂടെ? പോകുന്നവർ പോകട്ടെ, പ്രണയമുള്ളവർ പോകട്ടെ എന്ന് കരുതണം. ഇത് വലിയ തീർച്ചയായിട്ടും വിശ്വസിക്കാം, ഒരു സംശയമില്ല, ഒരു കുഴപ്പമില്ല. PC ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ നിരന്തരം ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വിവാദങ്ങളിലേക്ക്. സ്വാഭാവികമായ ചോദ്യമാണ്, പറയാം. കടലിലേക്ക് പോകുന്നത്, എല്ലാ പുഴകളും കടലിലേക്കാണ് പോകുന്നത്, ഒരു കുഴപ്പമില്ല. പക്ഷെ ചില പുഴകൾ തീക്കടലിലേക്കാണ് പോകുന്നതെങ്കിലോ, അഗ്നിസമുദ്രത്തിലേക്കാണെങ്കിൽ പോകുന്നതെങ്കിലോ ഒരു തുള്ളി വെള്ളം പോലും കാണുമോ അതിലെ? പിന്നെ പോയതിന്റെ കണക്ക് വിടുന്നില്ലല്ലോ, പുറത്തു വിടുന്നില്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞു, അമൂർത്തമായ ഏത് സാഹചര്യത്തിലാണ് കിടക്കര രഹസ്യങ്ങൾ എങ്ങനെ പുറത്തു വരാതിരിക്കുന്നു, അതുപോലെ പുറത്തു വരാതിരിക്കുന്ന സ്വകാര്യതയാണ്. അങ്ങനെ പുറത്തു വിടുമ്പോഴല്ലേ ഇതിന്റെ ഒരു അന്വേഷണം നടത്താൻ പറ്റും. കണക്കുണ്ട്.
പാംപ്ലാനി അച്ഛനുണ്ടല്ലോ തലശ്ശേരി, അദ്ദേഹത്തിൻ്റെ ഇതിന് കൃത്യമായിട്ട് കണക്കുണ്ട്. അവർ കണക്കുണ്ടെങ്കിൽ പോലീസിനല്ലേ പുറത്തു വിടാൻ പറ്റുകയില്ല. പുറത്തു വിടുമ്പോൾ അച്ഛനെ അല്ലത് ബാധിക്കുന്നത്, അച്ഛൻ കൈവച്ചിരിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളൊരു ഇത് വെച്ചാണ് ഇത് മുതലാക്കിക്കൊണ്ടിരിക്കുന്നത്. എവിടെ തെളിവ് ഹാജരാക്കൂ, തെളിവ് ഹാജരാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അറിയാവുന്നവർക്കറിയാം, ഇസ്ലാം മതത്തിൽ തന്നെ നല്ല സൗഹാർദ്ദ മനോഭാവമുള്ളവർക്കും നല്ല മനസ്സുള്ള ആളുകൾക്കും ഈ കാര്യങ്ങളൊക്കെ ബോധ്യമുള്ള കാര്യം തന്നെയാണ്. പൊതുജനങ്ങൾക്കറിയാം. നിങ്ങൾ ഈ തെളിവ് ഹാജരാക്കുമെന്ന് കോടതിയൊക്കെ പറയുന്നതിനപ്പുറം ഇവിടെ ഈ ഏത് കോടതിയാണോ, ആർക്ക് വേണ്ടിയാണോ ഈ കോടതികളും പോലീസും ഒക്കെ പ്രവർത്തിക്കുന്നത്, അത് പൊതുമണ്ഡലമാണല്ലോ, മനുഷ്യരാണല്ലോ, സാമാന്യ ജനങ്ങളാണല്ലോ. അവർക്ക് മുമ്പിൽ തെളിവുകൾ ധാരാളമായിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചോദിക്കൂ ഇങ്ങനെ നടക്കുന്നുണ്ടോയെന്ന്. രാഷ്ട്രീയക്കാരടുത്ത് പോലെ ദൈവം ജനങ്ങൾക്കിടയിലേക്ക് പോയി ചോദിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അതിൻ്റെ ഉദാഹരണങ്ങൾ സൗകര്യം അവർ പറഞ്ഞു തരും. രഹസ്യമായിട്ട് ആരോടും പറയരുതെന്ന് പറയും. പത്രക്കാരനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു തരികയില്ല. ഈ സംഭവം നടക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിലുള്ള ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ തന്നെ ഈ സ്വാഭാവികമായ പ്രേമം കൊണ്ട് സംഭവിക്കും. അവിടെയാണ് ഇവിടെ വലിയ കുഴപ്പമിരിക്കുന്നത്. ആ സ്വാഭാവികമായിട്ടുള്ള പ്രേമം കൊണ്ട് സംഭവിക്കുന്നതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. പക്ഷേ ആ സ്വാഭാവികമായിട്ടുള്ള പ്രേമം കൊണ്ട് സംഭവിക്കുന്നതിനെ പോലും ഇത് മതപരിവർത്തനത്തിനുള്ള ഒരു എളുപ്പവഴിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അതാണ് ഈ വിഷം ഒരു തുള്ളി മതിയല്ലോ പാലിനെ വിഷമയമാക്കാൻ. അങ്ങനൊരു കുഴപ്പം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. TP സെൻകുമാറിന് ഇത് അറിയാവുന്ന കാര്യമാണ്. ഇതിനു വേണ്ടി ചെയ്യേണ്ടത് രഹസ്യമായ നിരീക്ഷണമാണ്, പരസ്യമായിട്ടുള്ള തെളിവുകളല്ല. അതുപോലെ തന്നെ ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ കോടതികളിൽ പോയിട്ട് രഹസ്യമൊഴി നൽകാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ കൂടി പറയണം, പുറത്ത് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ തീരെ നിയമസാക്ഷരതയുള്ളവരല്ല. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് എന്നുള്ള വിശ്വാസം അവർക്ക് തീരെ, ആ കോൺഫിഡൻസ് ഇല്ല. ഇപ്പോൾ രഹസ്യമായിട്ട് കോടതി പറഞ്ഞാൽ പോലും തങ്ങളുടെ ജീവന് ഭീഷണിയാണോ എന്നൊരു പേടി അവർക്കുണ്ട്. ആ പേടി നിലനിൽക്കുന്നിടത്തോളം കാലം രഹസ്യമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ, ഇത്തരം കേസുകൾ പലതവണ കോടതിക്ക് മുന്നിൽ വന്നിട്ടുണ്ടല്ലോ, അച്ഛനും അമ്മയും ഒറ്റപ്പെട്ടു പോവും. സമൂഹത്തിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും. കേസുകൾ വന്നിട്ടുണ്ട്, തെളിവെടുക്കാൻ ചോദിക്കുന്ന ഉടനെ തെളിവ് പോകുന്ന ഉടനെ പ്രായപൂർത്തിയായ പെൺകുട്ടി പറയും വേണ്ട, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇതിൻ്റെ കാര്യം കൂടെ പറയാം, അതിൻ്റെ മനഃശാസ്ത്രം കൂടെ പറയാം. നമ്മുടെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു സിൻഡ്രോം ഉണ്ട്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം പൊതുവെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളെ ആക്രമിക്കാൻ വരുന്നവൻ, പീഡിപ്പിക്കാൻ വരുന്നവൻ അതിശക്തനാണെങ്കിൽ അവനെ അനുകൂലിച്ച് വരുന്ന ഒരു മനഃശാസ്ത്രം നമ്മളിൽ രൂപപ്പെടും. ഇതിനാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്, ആ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ശക്തനായിട്ടുള്ളൊരു ഭീകരവാദിയാണ് നമ്മളെ പ്രേമിച്ചതെങ്കിൽ ഒരു ചോദ്യം വരുമ്പോൾ തിരിച്ചു പറഞ്ഞാൽ മറിച്ചെന്ത് സംഭവിക്കുന്ന പേടിയുള്ള പെൺകുട്ടികൾ പറയുക എന്നെ പ്രേമിച്ചാണ് കൊണ്ടുപോയത്, പറഞ്ഞില്ലെങ്കിൽ നിന്നെ കാണിച്ചു തരാം എന്നുള്ള വീഡിയോയും മറ്റു കാര്യങ്ങളുമായിട്ട് ഇരിക്കുന്നത്. ഇവൻ ശക്തനാണ്. ഈ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറി എൻ്റെ അച്ഛനെയും അമ്മയെയും ഈ രാജ്യത്തെയും നശിപ്പിക്കാൻ കഴിവുള്ളവനാണ്, സർവ്വസന്നാഹങ്ങളുമുള്ളവനാണെന്ന് ബോധ്യപ്പെട്ട ആ പെൺകുട്ടി എന്താ പറയുക? ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചതെന്നേ പറയത്തുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. അത് ഇൻഡോക്ട്രിനേറ്റഡ് ആണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാ മഹാരാഷ്ട്ര, കേരളം പോട്ടെ, കേരളത്തിലെ കാര്യം, മഹാരാഷ്ട്രയിൽ എന്തിനാ ഇതിനെതിരെ നിയമം നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തർപ്രദേശിൽ എന്താണ് ഇതിനെതിരെ നിയമം നിർമ്മിച്ചിരിക്കുന്നത്? ഈ നിയമങ്ങൾ ചുമ്മാതെ ഉണ്ടാക്കി വയ്ക്കുമെന്ന് നമ്മൾ കരുതുന്ന അവിടുത്തെ ആളുകളൊക്കെ വിഡ്ഢികളാണെന്നാണോ, മുഖ്യമന്ത്രിയൊക്കെ എന്നാണോ നമ്മൾ കരുതേണ്ടത്? അപ്പോൾ ഇത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ നിഷേധിക്കലല്ല, രഹസ്യമൊഴികളിലൂടെ പരസ്യമായിട്ട് ആവശ്യപ്പെടരുത്. പരസ്യമായിട്ട് ആവശ്യപ്പെട്ടാൽ ഇതാരാണോ ഈ തെറ്റ് ചെയ്തിരിക്കുന്ന അവരും കൂടി ഈ കുടുംബത്തെ, ഈ രക്ഷകർത്താവിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ, അപഹസിക്കാനുള്ള ശ്രമങ്ങൾ, സ്ക്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ, സോഷ്യൽ മീഡിയയിലിട്ട് പൊങ്കാലയിടാനുള്ള ശ്രമങ്ങൾ വരെ നടക്കും. നമ്മൾ ഈ കുടുംബമായിട്ട് ഭാരതത്തിലാണ് കുടുംബ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത്, ദൃഢതയോടുകൂടിയുള്ളത്. ആ കുടുംബ ബന്ധങ്ങൾ തകരാൻ ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു വെസ്റ്റേൺ സൊസൈറ്റി അല്ല ഇവിടെ. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്ന പോലെയുള്ളൂ ഇവിടെ. അങ്ങനത്തെ സമൂഹമല്ല ഇവിടെ. പവിത്രമായി കരുതുന്ന കുടുംബ ബന്ധങ്ങളിൽ അത് പാഷാണം പരത്തുമെന്നുള്ളത് കൊണ്ടാണ് പറയാൻ മടിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ശ്രീജിത്തെ കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നത്. ഈ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ട് ഏറ്റുമാനൂർ ട്രീ വണ്ടിക്ക് മുമ്പിൽ 2 പിഞ്ചു കുട്ടികളോടൊപ്പം എടുത്ത് ചാടി മരിച്ചു? ആ വേദനകൾ അവരാരോടെങ്കിലും പങ്കുവെച്ചോ? അവരുടെ കുടുംബത്തിൽ
ഭർത്താവിൻ്റെ കുടുംബത്തിൽ പള്ളിയിൽ അച്ഛൻ വരെ ഉണ്ടായിരുന്നു ജ്ഞാനായ സമുദായത്തിൻ്റെ. ഒരക്ഷരം പോലും ലോകം പറഞ്ഞില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ വേദനകൾ ഓരോന്നായിട്ട് പത്രങ്ങൾ പോലും അറിയുന്നത്. ഈ വേദന അവർ മനസ്സിലൊതുക്കി വെക്കും, ആ നീറ്റിൽ അവർ ചങ്കിലടക്കി വയ്ക്കും. അല്ലാതെ വാളെടുത്തും കൊണ്ടുപോയി പ്രതികാരം ചെയ്യുന്ന സമുദായമല്ല ഹിന്ദുമതം. ക്രിസ്ത്യാനികളും അങ്ങനെയല്ല. അവരുടെ ആ ഒരു നിലപാടിനെയാണ് മുതലെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചിലർ, എല്ലാവരുമല്ല, ചിലർ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മതപരമായ ആക്ടിവിറ്റി ആണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ. പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ 2047 ഭാരതത്തെ പച്ചയാക്കുക എന്നുള്ള, ലോകത്തെ ആകെ പച്ചയാക്കുക എന്നുള്ള ആ വലിയ വിശാലമായ അജണ്ടയുടെ ഭാഗമായി നടത്തുന്ന ആൾക്കാരിൽ ചിലർ ഈ മാർഗങ്ങളും കൂടി, കുൽസിതമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ മടിയില്ലാത്തവർ അത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത്, പണ്ടൊരിക്കൽ മാതൃഭൂമി പത്രമെതിരെ കേരളത്തിൽ എയ്ഡ്സ് ഉണ്ട്, ചെങ്ങന്നൂരിൽ ഒരാൾക്ക് ജോർജ് എന്ന് പറയുന്ന ആൾക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മനോരമ അതിനെ പുച്ഛിച്ചു തള്ളി. കേരളത്തിൽ എവിടെ എയ്ഡ്സ്? ഇന്ന് കേരളത്തിൽ ബഹുശതം ആളുകൾ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് വിധേയരായി കഴിയുകയാണ്. എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ആ HIV വൈറസ് ബാധയ്ക്ക് വിധേയരായിട്ട് കഴിയുന്നവരായിട്ട് ധാരാളം ആൾക്കാരുണ്ടെന്ന് ഒരു പരസ്യമായ രഹസ്യം എന്ന് പറയുന്നത് പോലെ ഇല്ല എന്നുള്ള നിഷേധം എന്ന് പറയുന്നത് ഇത്തരം ഒരു അജണ്ടയ്ക്കുള്ള അനുകൂലമായിട്ടുള്ള മനോഭാവമാണ്. ഇതിനെ സംരക്ഷിക്കലാണ്, പിന്തുണയ്ക്കലാണ്.